ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. 4 മണി പലഹാരം മാത്രമായിട്ടല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ നാട്ടിൽ ഇതിനെ ഏലാഞ്ചി എന്നാണ് പറയുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മൈദമാവാണ് കേട്ടോ. മൈദമാവ് നമ്മൾ കലക്കി ദോശ ചുടുന്ന പരുവത്തിലാക്കി എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടത് തേങ്ങ, ജീരകം, പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചെടുത്താണ് കേട്ടോ ചേർത്തത്. വേണമെങ്കിൽ ചേർത്താൽ മതി ഏലക്ക, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ. അതുപോലെ തന്നെ ജീരകവും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം നമ്മൾ ഈ ബാറ്ററിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ആക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുത്തതിന് ശേഷം ഈ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ നമ്മുടെ ചായ കുടിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഞെട്ടണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെയർ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാവുക. അതിൽ ആളിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയർ നല്ല പോലെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ മോൻ്റെ കലാപരിപാടിയാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒപ്പം ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെച്ചതാണ് കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.